ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജേശ്വരി വിനോദ്. നാളെ നമ്മളുടെ എക്സാം ആണ് അല്ലേ? കേട്ടിട്ട് കാറ്റഗറി 1-ൻ്റെയും കാറ്റഗറി 2-ൻ്റെയും എക്സാം നടക്കുകയാണ് അല്ലേ? അപ്പോൾ എക്സാമിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാനുള്ളത്? ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എക്സാമിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഇനി എക്സാമിനെ ഈ നേരിയ സമയം കൊണ്ട് എങ്ങനെ കൈക്കലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേട്ടറ്റ് എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല, 150-ൽ 90 മാർക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്, ഇനി നമ്മളൊരു പുതിയ സംഗതി പഠിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഒരു പുതിയ സംഗതിയെ പരിചയപ്പെടാനായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ സംഗതിയെ പരിചയപ്പെട്ട് പഠിക്കാനായിട്ടോ നമുക്ക് സമയമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട പഠിച്ച വസ്തുതകളെ റീകോൾ ചെയ്യുക എന്നുള്ളതാണ്, അതീത ചിന്തയിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലെ? മെറ്റാകൊഗ്നീഷ്യൻ, ചിന്തയ്ക്ക് മേലുള്ള ചിന്തയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് അല്ലെ? അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? കാറ്റഗറി 1-കാരുടെയും കാറ്റഗറി 2-കാരുടെയും സിലബസ് നിങ്ങളുടെ കയ്യിൽ യഥാക്രമം ഉണ്ടാവും. ഈ സിലബസ് എടുത്തു വച്ചിട്ട് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഇപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ ബുദ്ധി സിദ്ധാന്തങ്ങൾ, ബുദ്ധി എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. പഠന സിദ്ധാന്തങ്ങൾ, ഏകദേശം 13 സിദ്ധാന്തങ്ങളിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പിന്നെ വരുന്ന ഒരു ഏരിയ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ഏരിയ. അതിൽ സമായോജന തന്ത്രങ്ങൾ വരും. വ്യക്തിത്വ മാപിനികളിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മോട്ടിവേഷൻ, ഒന്നെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ അഭിപ്രേരണയിൽ നിന്ന് അഭിപ്രേരണ ചക്രം ഒന്ന് നോക്കി പോകേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഏരിയാസ് എല്ലാം എന്ന്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അസാമാന്യ ശിശുക്കൾ, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതുപോലെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ, PWD ആക്ട്, RPWD ആക്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജി എടുത്ത് നോക്കുമ്പോൾ എക്കേലും ഇമ്പോർട്ടന്റ്, കേട്ടറ്റ് എക്സാമിനെ വെച്ച് നോക്കിയാൽ കേരള പരീക്ഷാ ഭവൻ ചോദിക്കുന്ന ഏരിയാസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇതിൽ ഉപരി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് എക്സാമിന് വരുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരിക. കുറേയേറെ ആപ്ലിക്കേഷൻ ലെവലിൽ വരും. ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓർക്കും, അയ്യോ ഒറ്റവട്ടം ക്വസ്റ്റ്യൻ വായിച്ചു, എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി ആ ഓപ്ഷൻ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ വൈഗോട്സ്കിയുടെ സംഘപഠനം, സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം, ആ ഒരു ഏരിയ ഒന്ന് പക്ക നോക്കിപ്പോയിക്കോണം. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ എല്ലാ എക്സാമുകളിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പിയാഷയുടെ 4 ഘട്ടങ്ങൾ, ഓക്കെ, 4 വികസന ഘട്ടങ്ങൾ, ബൗദ്ധിക വികസന ഘട്ടങ്ങൾ, ബ്രൂണേറിയൻ വികസന ഘട്ടങ്ങൾ, കോൾബർഗിന്റെ വികസന ഘട്ടങ്ങൾ, അതുപോലെ തന്നെ എറിക് ചെർസന്റെ സാമൂഹിക വികസന ഘട്ടങ്ങൾ, കാതറിൻ ബ്രിഡ്ജിന്റെ വൈകാരിക വികസനം, 6-ാം മാസം കുട്ടികളിൽ ഉണ്ടാവുന്ന ഋണാത്മക വികാരങ്ങൾ ഏതെല്ലാം ഒരു എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ആ ഒരു കാതറിൻ ബ്രിഡ്ജിന്റെ സംത്രാസം തൊട്ട് 24 മാസമാകുമ്പോഴേക്കും കൈക്കൊള്ളുന്ന എല്ലാ വികാരങ്ങളും ഏതൊക്കെയാണ്, ഓരോ മാസം, 3-ാം മാസം ഏത്, 6-ാം മാസം ഏത്, 12-ാം മാസം ഏതൊക്കെ വികാരങ്ങൾ കൊള്ളുന്നു, 24-ാം മാസം ഏതൊക്കെ വികാരങ്ങൾ കുട്ടിയിൽ വരുന്നു, ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഒരു ഏരിയ സൈക്കോളജിയിലെ ഇമ്പോർട്ടന്റ് ആണ്, സാമൂഹിക പഠന സിദ്ധാന്തവും സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദവും. സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബെന്തൂര, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദമാണ് വൈഗോട്സ്കി. പിന്നെ നോം ചോംസ്കിയുടെ ലാഡ്, മിക്കവാറും എക്സാമുകളിൽ ഭാഷാർജന കൗശലം എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്ന സൈക്കോളജിക്കൽ ബേസിസ് ആണ് ക്ലാസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മേജർ ഏരിയാസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മക്കളെ ഇന്ന ഏരിയ, അത് വെറുതെ പറയല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് പറയുകയാണ്. അപ്പൊ ആ ഏരിയാസ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആ ഏരിയാസ് മാത്രം, ഇപ്പൊ നമ്മൾ സൈക്കോളജി മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, 30 മാർക്കിനാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും എന്താണ്, 20 മാർക്കിന് 20 മാർക്കിനാണ്, അല്ലെങ്കിൽ 30 മാർക്കിനാണ്. പെഡഗോജിയും കൂടെ കൂട്ടി
30 മാർക്കിനാണ് കടന്നു വരിക അല്ലെ. അപ്പൊ ആ ഏരിയാസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കേണ്ട സമയമാണ്. അപ്പൊ അത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക, ടെൻഷൻ ഒന്നും ആവേണ്ട. ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ള പരീക്ഷയാണ്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പരീക്ഷയാണ്. കാരണം എക്സാം വേഗം നടന്നു, ഇനി നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് LP-UPക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് മുമ്പുള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഈ കേട്ടിട്ട് എക്സാം എന്റേതാണെന്നുള്ള ഉത്തമ കോൺഫിഡൻസോടുകൂടി നാളെ എക്സാം ഹോളിൽ ചെല്ലുക. ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ഏതാണോ ഏറ്റവും എളുപ്പമുള്ളത് അതിനെ ആദ്യം ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഏരിയ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും, ശരിയല്ലേ? നമുക്ക് അറിയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു. 2 ഏകദേശം അറിയാവുന്നത്, 3 ഏകദേശം അറിയാവുന്നത്, 4ാമത്തെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം, മെന്റലി നമുക്കൊരു സ്ട്രെയിൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എളുപ്പമുള്ള, നമുക്ക് ഏറ്റവും നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള വിഷയം ഏതാണോ ആ വിഷയത്തിനെ ആദ്യം പോയി എഴുതാനായി ശ്രമിക്കുക. ഓക്കെ. പിന്നെ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, വാച്ചൊന്നും ക്ലാസ്സിൽ കയറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സമയം, സാറ് ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകർ, അതായത് ഏതൊക്കെ ക്ലാസ്സിലാണോ അധ്യാപകർ, ആ ക്ലാസ്സിലെ അധ്യാപകർ നിങ്ങളോട് സമയം അറിയിക്കുന്നതായിരിക്കും. സമയത്തിന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് നിങ്ങൾ ചോദിക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ 2 വട്ടം ക്വസ്റ്റ്യൻ വായിക്കുക. ബൈലിംഗ്വൽ ആണ് എക്സാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് ബൈലിംഗ്വൽ ആയതുകൊണ്ട് തന്നെ ചില വേർഡുകൾ നമ്മളിപ്പോൾ പറയുകയാണ്. അനുപൂരണം കോമ്പൻസേഷൻ ആണ്. പ്രക്ഷേപണം, ഉദാത്തീകരണം, യുക്തീകരണം, അനുപൂരണം. അപ്പൊ ഈ പ്രക്ഷേപണം എന്താണെന്ന് അറിയാം, യുക്തീകരണം എന്താണെന്ന് അറിയാം, ഉദാത്തീകരണം. അനുപൂരണം കേൾക്കുമ്പോൾ ദൈവമേ ഇത് ഏത് പദമാണ്? നേരെ അപ്പുറത്തെ വശത്ത് നോക്കുക. അപ്പുറത്തെ വശത്ത് നോക്കുമ്പോൾ പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, ദെൻ കോമ്പൻസേഷൻ. ആ ചോദ്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ ചിലപ്പോൾ കോമ്പൻസേഷൻ ആയിരിക്കാം ഉത്തരം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ, മലയാള ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലായില്ലെങ്കിൽ നേരെ പോയി ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനോടെ വായിച്ചിട്ട് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സെറ്റ് ആവും. എന്ന് വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 തവണ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇരിക്കരുത്. മാത്സ് ചെയ്യുമ്പോൾ അത്രമേൽ കോൺഫിഡന്റ് ആയിട്ടുള്ള മാത്സ് പ്രോബ്ലം ആദ്യം ചെയ്യുക. പിന്നെ ചെയ്ത ഉത്തരം ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ വീണ്ടും ഇരിക്കാതിരിക്കുക. ഓക്കെ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്സിന് വേണ്ടി സമയം പോയി, മിസ്സേ മാത്സിന് വേണ്ടി സമയം പോയി, അല്ലെ മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇത് പൊതുവെ കേൾക്കുന്ന ഒരു പഴികളാണ്. അത് നമുക്ക് ഇത്തവണ നികത്തണം. അതിനു വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളെ ചെയ്യുക. അറിയില്ലാത്തത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടതായ ക്വസ്റ്റ്യൻസിന് ഒരു വട്ടമിട്ട് പോവുക. ശേഷം എന്ത് ചെയ്യുക, ഒരു സമയം കണ്ടെത്തി അവയെ ഒന്ന് ആലോചിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയേഴ്സ്. അപ്പൊ 5 വിഷയങ്ങളാണ് നിങ്ങൾക്കുള്ളത്. K2കാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. കോംപ്രിഹെൻഷൻ ഉണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് 15 മാർക്ക് ആ ക്ലാസ് മുറി തന്നെ ഇരുന്ന് പരീക്ഷ ഹോളിൽ ഇരുന്ന് ഉറപ്പിക്കാവുന്ന ഒരു 15 മാർക്കാണ് കോംപ്രിഹെൻഷൻ ലെവലിൽ നിന്നുള്ളത്. ഒരു കാരണവശാലും കോംപ്രിഹെൻഷനെ വെറും ഒരു തമാശയായി കാണരുത്. പാസേജ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുക. പാസേജ് ത്രൂ ഔട്ട് വായിച്ച് എന്ത് ചെയ്യുക, ഉത്തരത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ആ പാസേജ് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് മനസ്സിലാവും. അവസാനം ആ പാസേജിനൊരു തീം അല്ലെങ്കിൽ ഒരു നെയിം നൽകാനായിരിക്കും പറയുക. അപ്പോൾ അത് നമുക്ക് ക്ലാസ് മുറിയിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന സംഗതികളാണ്. എനിക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ എനിക്കെല്ലാം അറിയാം, ഞാൻ ആലോചിച്ച് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ കടന്നു വരിക. എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും, ഈ കേട്ടിട്ട് എൻ്റേതാണ് എന്നുള്ള ചിന്തകൾ മാത്രമായിരിക്കണം ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക. അപ്പൊ പ്രധാനപ്പെട്ട ഏരിയാസ്, നമ്മുടെ സൈക്കോളജി ഏരിയാസ് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പെഡഗോജിയിൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം എങ്ങനെ പോയാലും 10 മാർക്കിന്റെ പെഡഗോജി ക്വസ്റ്റിനിൽ ഒരു 5 മാർക്കും ആപ്ലിക്കേഷൻ ലെവലായിരിക്കും. ഒരു 20 മാർക്കിന്റെ പെഡഗോജി ക്വസ്റ്റിനിൽ ഒരു 12 മാർക്കും ആപ്ലിക്കേഷൻ ലെവലായിരിക്കും. ബാക്കിയുള്ളതാണ് നമ്മുടെ തീമിൽ, നമ്മുടെ ആ ഒരു തിയറിയിൽ നിന്നും വരിക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ടത് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുക. നമ്മളൊരു ക്രാഷ് ആയിട്ടാണ് സൈലം ഗുരുവിൽ പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സ്, കേട്ടറ്റിന്റെ ഒരു കോഴ്സ് തുടങ്ങുന്നത്. വെറും ക്രാഷ് കോഴ്സ് എന്ന പോലെയാണ്. പക്ഷേ സിലബസ് എല്ലാം തന്നെ
നല്ല അസാമാന്യ രീതിയിൽ നല്ല എക്സ്പ്ലനേഷനോട് കൂടി ആ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെ കൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. നമ്മൾ എന്താണ് ഈ വരുന്ന കേട്ടിട്ട് നമ്മളുടേതാണ് നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുക. അപ്പോൾ എക്സാം ഹോളിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് ഉത്തരം എഴുതാനായിട്ട് ശീലിക്കുക. നമുക്കറിയാം എവിടെയാണ് മാർക്ക് കൂടുതൽ. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് EVS, അല്ലെങ്കിൽ 30 മാർക്ക് ഇംഗ്ലീഷ്, 30 മാർക്ക് മലയാളം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 30 മാർക്കിന് മലയാളത്തിൽ എനിക്ക് അവധാരണം കിട്ടും, 5 മാർക്ക് ഗദ്യവും പദ്യവും 10 മാർക്ക് കിട്ടി. പിന്നെ അതിൽ നിന്ന് 20 മാർക്ക് മതി. ആ 20 മാർക്കിൽ ആപ്ലിക്കേഷൻ ലെവൽ പെഡഗോജി ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 15 മാർക്കായി. ബാക്കി 15 മാർക്കുണ്ട്. പഴഞ്ചൊല്ലുകൾ, ശൈലികൾ ഉണ്ട്, സന്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാമാറ്റിക്കൽ പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ആർട്ടിക്കിൾ WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഈ മേഖലയിൽ നിന്ന് സുഖമായി നമുക്കൊരു 20 മാർക്കിന് മുകളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതി വരിക. നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നമ്മളെ കൊണ്ട് നേടാൻ സാധിക്കാത്ത, പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നല്ല അക്ഷീണ പരിശ്രമിച്ച കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഇനിയുള്ള സമയത്തെ എങ്ങനെ കാണണം? പോസിറ്റീവായി തന്നെ കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി പുതിയൊരു കാര്യത്തെ അയ്യോ ഞാൻ അത് നോക്കിയില്ലല്ലോ, അയ്യോ ഞാൻ ഇത് നോക്കില്ല, അയ്യോ ഞാൻ മറ്റേ നോക്കാൻ മറന്നു പോലെ, ആ കാര്യങ്ങളൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് വിടുക. ഇനി നോക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ റീകോൾ ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ റീകോൾ ചെയ്ത്, പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ റീകോൾ ചെയ്ത് എന്ത് ചെയ്യുക? ക്ലാസ്സിലേക്ക്, എക്സാം ഹോളിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, നന്നായി പോയി എഴുതി വിജയിച്ചു വരിക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.